മഹാനായ വഖീഅ റളിയല്ലാഹു അൻഹുവിനോട് ഞാനൊരു പരാതി പറഞ്ഞു. ഇദാ മിൻ സൂഇ ഹിഫ്ളി, ഓർമ്മക്കുറവുണ്ട്. എക്സാമിനിരിക്കുന്ന കുട്ടികൾ പറയും ഓർമ്മക്കുറവുണ്ട്, പഠിക്കണം തലയിൽ നിൽക്കുന്നില്ല. മെഡിസിന് പഠിക്കുന്ന കുട്ടികൾ പരാതി പറയും, പ്ലസ് ടുവിനിരിക്കുന്ന കുട്ടികൾ പരാതി പറയും, ഓർമ്മക്കുറവുണ്ട്, ദുആരക്കാൻ വേണ്ടി പറയണം. ഉസ്താദുമാരോട് ദുആരപ്പിക്കും, സയ്യിദന്മാരോട് ദുആരക്കാൻ വസിയത്ത് ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു അവർക്ക് ഓർമ്മക്കുറവിന് പരിഹാരം നൽകട്ടെ. നല്ല ഓർമ്മശക്തിയും ഇൽമും തഖ്വയും അല്ലാഹു നമ്മുടെ മക്കൾക്കൊക്കെ നൽകട്ടെ. കൂട്ടത്തിൽ വിദ്യാർത്ഥിനികളോട് ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു അൻഹു നമ്മൾ അറിയണം, 2 വയസ്സുള്ളപ്പോഴാണ് പ്രിയപ്പെട്ട ഉമ്മ ഇമാം ഷാഫിഈ തങ്ങളെ ഗസയിൽ നിന്ന്, നമ്മുടെ മലയാള പത്രങ്ങളൊക്കെ ഗാസ എന്ന് പറയുന്ന ഗസയിൽ നിന്ന്, ഫലസ്തീനാണത്, ഫലസ്തീനിലെ ഗസയിൽ നിന്ന് 2 വയസ്സുള്ള മോനായിരുന്നപ്പോഴാണ്, ഉപ്പ നഷ്ടപ്പെട്ടു പോയ യതീമായ മോനായിരുന്നു നമ്മുടെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. ഉപ്പ നേരത്തെ മരിച്ചു. 2 വയസ്സുള്ളപ്പോ ഉമ്മയാണ് മഹാനായ ഷാഫി ഇമാമിനെ ഗസയിൽ നിന്ന് മക്കയിലേക്ക് കൊണ്ടുവരുന്നത്. 2 വയസ്സുള്ള ഒരു കുട്ടിയെ കൊണ്ട് ഫ്ലൈറ്റിൽ യാത്ര പോകാൻ എത്ര പ്രയാസമുണ്ട്. ഫ്ലൈറ്റ് യാത്രയിൽ ചെവി വേദനയായിട്ട് മക്കൾ കരയും, ഉറക്കച്ചടവ്, പ്രയാസം, ക്ഷീണം, ഭക്ഷണം എല്ലാം പ്രശ്നമാണ്. എന്നിട്ട് പോലും ഇമാമുനാ ഷാഫി തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ ഗസയിൽ നിന്ന് മക്കയിലേക്ക് 2 വയസ്സുള്ളപ്പോഴാണ് ആ മോനെ കൊണ്ടുവരുന്നത്. 7 വയസ്സുള്ളപ്പോഴാണ് ഹഫിദൽ ഖുർആന കുല്ല, വിശുദ്ധ ഖുർആൻ മുഴുവനും മനഃപാഠമാക്കിയില്ലേ 7 വയസ്സുള്ളപ്പോ. 10 വയസ്സായപ്പോ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിന്റെ ഗ്രന്ഥമുണ്ട് അൽ മുവത്ത. 10 വയസ്സായപ്പോ മുഴുവനും അത് ഹിഫ്ളാണ്. മുവത്ത ഇമാം ഷാഫി തങ്ങൾ ഇമാം മാലിക് എന്നവർ ഓതി കൊടുക്കുന്നത് അൻ ദുഹറിൽ ഖൽബ്, കാണാതെയാ ഓതി കൊടുക്കുന്നത്. 10 വയസ്സായപ്പോഴേക്കും മുവത്ത ഹിഫ്ളുണ്ട്. 7 വയസ്സായപ്പോഴേക്കും ഖുർആൻ ഹിഫ്ളുണ്ട്. 12 13 വയസ്സായപ്പോഴേക്കും ആ മഹാനുഭാവനെ ഫത്വ നൽകാൻ വേണ്ടി ഉലമാ ഏൽപ്പിക്കുകയാണ്. ചെറുപ്പക്കാരനാണ്, പക്ഷേ ഫത്വക്കുള്ള ലിയാഖത്തുണ്ടായിരുന്നു, ഫത്വ നൽകാനുള്ള അംഗീകാരമുണ്ടായിരുന്നു, പ്രാഗൽഭ്യമുണ്ടായിരുന്നു. ഇമാം ഷാഫി എന്നവരെ, ഇമാം മാലിക് എന്നവരെ മദീനയിൽ ചെന്ന് കണ്ടിട്ടുണ്ട്. ആ സമയത്ത് മാലിക് എന്നവർ പറഞ്ഞു, യാ ഗുലാം, അല്ലയോ ചെറുപ്പക്കാരാ, ഇന്നി അറാ ഫീ വജ്ഹിക നൂറാ, നിന്റെ മുഖത്ത് ഞാനൊരു പ്രകാശം കാണുന്നുണ്ട് മോനെ. ഇന്നി അറാ ഫീ വജ്ഹിക നൂറാ, നിന്റെ മുഖത്ത് ഞാനൊരു പ്രകാശം കാണുന്നുണ്ട്. ഫലാ തുത്ഫിഹാ ബിദുൽമത്തിൽ മഅസിയ, പാപങ്ങൾ ചെയ്തിട്ട്, തെറ്റ് ചെയ്തിട്ട് ആ പ്രകാശം മോൻ കെടുത്തിക്കളയരുത്. മുഖത്ത് നൂറുണ്ട്. തിന്മ ചെയ്യുന്നവരുടെ മുഖത്ത് അല്ലാഹു ദുൽമത്ത് കൊടുക്കും. അത് നോക്കിക്കാണാൻ കഴിവുള്ള ഫിറാസത്തുള്ള മുഅ്മിനീങ്ങൾക്ക് മുഖത്ത് നോക്കിയാൽ ഒരു മനുഷ്യൻ അശ്ലീലം കാണുന്നുണ്ടോ എന്ന് മുഖം കണ്ടാൽ മനസ്സിലാകുമെന്നാണ്. ഒരു മനുഷ്യൻ തിന്മ ചെയ്യുന്നുണ്ടോ, വായ കൊണ്ട്, നാവുകൊണ്ട്, ശരീരം അള്ളാഹു ഇഷ്ടപ്പെടാത്ത തിന്മകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ തിന്മയുടെ ഒരു ഇരുട്ട് അള്ളാഹു മുഖത്ത് കാണിക്കും. അത് കാണാൻ കഴിവുള്ള ഫിറാസത്തിന്റെ അഹ്ലുകാരായ മുഅ്മിനീങ്ങൾക്ക് മുഖം നോക്കിയാൽ മനസ്സിലാവും. മറച്ചു പിടിക്കാൻ കഴിയൂല. മനുഷ്യന്റെ മുമ്പിൽ മറച്ചു പിടിക്കാൻ കഴിയില്ലല്ലോ പാപം. പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിൽ നിന്ന് മറച്ചു പിടിക്കുന്നത്? മഹാനായ ഇമാമുന ഷാഫി എന്നവര് ചെറിയൊരു തെറ്റ്, ഒരു കുട്ടിയായിരുന്നപ്പോ അറിയാതെ കണ്ടുപോയ ഒരു ചെറിയ തെറ്റ്, കണ്ണുകൊണ്ട് ഒരു പെണ്ണിന്റെ കാൽഭാഗം കാറ്റടിച്ചു പോയപ്പോ കണ്ടുപോയതായിരുന്നു അത്രേ വിഷയം. നമ്മൾ അറിയണം, അശ്ലീലങ്ങൾ എമ്പാടും നോക്കിക്കാണുന്ന വിദ്യാർത്ഥിനികളുടെ സമൂഹമേ, അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർമ്മയില്ലാതെ ഇസ്ലാം പഴഞ്ചനാണെന്ന് പറയുകയോ, ഇത് കുറച്ച് മുസ്ലിയാമാർക്ക് മാത്രമുള്ള ദീനാണെന്ന് പറയുകയോ, ഇത് ഞങ്ങൾക്ക് 21-ാം നൂറ്റാണ്ടിലെ ടീനേജേഴ്സിന് പറഞ്ഞതല്ല, ഞങ്ങളൊരു ന്യൂ ജനറേഷൻ അല്ലേ, ഞങ്ങൾക്കൊരു ഒരു ന്യൂ ഡിവൈൻ റെവലേഷൻ വരണം, ഞങ്ങൾക്കിത് പോരാ എന്ന് പറയുന്നവരെ ഒന്നറിയണമേ, അള്ളാഹു നൽകുന്ന പ്രകാശം മുഖങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. അപ്പോഴാണ് മെമ്മറി നഷ്ടപ്പെടുന്നത്, ഓർമ്മശക്തി നഷ്ടപ്പെടുന്നത്. അപ്പോഴാണ് പാപങ്ങൾ ചെയ്യുന്നവർക്ക് ഓർമ്മ നിൽക്കില്ല. നമ്മളെന്താ പറയാ, ഓർമ്മക്കുറവുണ്ടാകുന്നത് ചിക്കൻ നിന്നിട്ടാണെന്നാ, ബ്രോയിലർ കോഴി നിന്നിട്ടാണെന്നാ? അല്ല, മഅസിയത്ത് കൊണ്ടാണ്, തിന്മ ചെയ്യുമ്പോഴാണ്.